ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ആധുനിക കേരളത്തിന്റെ മുഖമുദ്രയാകുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ സർക്കാരിനായെന്ന് മന്ത്രി KN ബാലഗോപാൽ. അഞ്ചു വർഷം പിന്നിടുമ്പോൾ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ കേരളം വൻ മുന്നേറ്റം നടത്തിയതായി മന്ത്രി മുഹമ്മദ് റിയാസ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന ജാഥ പ്രഹസനമായി മാറിയെന്ന് KK രമ MLA. കായിക താരങ്ങൾക്ക് മികച്ച പരിശീലന സൗകര്യമൊരുക്കുന്നതിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ പങ്ക് വലുതാണെന്ന് അഹമ്മദ് ദേവർകോവിൽ MLA. ഞാൻ സുഷോഭ് നെല്ലിക്കോട്. വാർത്തകൾ വിശദമായി. ആധുനിക കേരളത്തിന്റെ മുഖമുദ്രയാകുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ സർക്കാരിനായെന്ന് മന്ത്രി KN ബാലഗോപാൽ. ഫറൂഖ് മിനി സിവിൽ സ്റ്റേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫറൂഖ് മിനി സിവിൽ സ്റ്റേഷൻ ഫറൂഖ് ചുങ്കത്ത് പ്രവർത്തനം ആരംഭിച്ചു. ഉദ്ഘാടനം മന്ത്രി KN ബാലഗോപാൽ ഓൺലൈനായി നിർവഹിച്ചു. കഴിഞ്ഞ 10 വർഷത്തിനിടെ സംസ്ഥാനത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന അടിസ്ഥാന സൗകര്യ വികസനം സാധ്യമാക്കിയെന്നും സർക്കാരിന്റെ സേവനങ്ങളിലും വിദ്യാഭ്യാസ ആരോഗ്യരംഗത്തും സാധാരണക്കാരുടെ ജീവിതത്തിലും തൊഴിലിലുമെല്ലാം ഇത് കാണാനാകുന്നതാണെന്നും മന്ത്രി പറഞ്ഞു. സ്ത്രീകളുടെ സ്ത്രീ സുരക്ഷാ പദ്ധതിയും കണക്ട് വർക്കും പോലുള്ള പദ്ധതികൾ ഇതിനെല്ലാം മതിയായ പണം മാറ്റിവെച്ച് എല്ലാ മേഖലയിലേക്കും ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമമാണ് ഗവൺമെന്റ് നടപ്പിലാക്കുന്നത്. ആ പ്രവർത്തനങ്ങളിൽ ഏറ്റവും വലിയ പ്രവർത്തനം നടത്തുന്ന കേന്ദ്രങ്ങൾ നമ്മുടെ സിവിൽ സ്റ്റേഷനുകളാണ്, നമ്മുടെ സർക്കാർ ഓഫീസുകളാണ്. മന്ത്രി PA മുഹമ്മദ് റിയാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബേപ്പൂർ മണ്ഡലത്തിൽ 5 വർഷത്തിനിടെ 1400 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്താനായെന്ന് മന്ത്രി പറഞ്ഞു. ഈ മിനി സിവിൽ സ്റ്റേഷൻ ഈ നാട്ടിലെ സാധാരണ മനുഷ്യരുടെ ആശ്വാസ കേന്ദ്രമായി മാറണം. കെട്ടിടം മനോഹരമായ കെട്ടിടമാണ്. അതിന്റെ നിർമ്മാണ ഘട്ടത്തിൽ വന്നവർക്കറിയാം, വളരെ മനോഹരമാണ്. എന്നാൽ കെട്ടിടം മനോഹരമായതുകൊണ്ട് മാത്രമായില്ല, കെട്ടിടത്തിനകത്തിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ മനസ്സും മനോഹരമായി മാറണം. വരുന്ന ഓരോ മനുഷ്യന്റെയും പ്രശ്നത്തെ സ്വന്തം ജീവിത പ്രശ്നമായി തിരിച്ചറിഞ്ഞുകൊണ്ട് അടിയന്തരമായി അത് പരിഹരിക്കാനുള്ള ഇടപെടൽ നടത്തുക എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനം. ബേപ്പൂർ മണ്ഡലം ഡെവലപ്മെന്റ് മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ VKC മുഹമ്മദ് കോയ, നഗരസഭാ അധ്യക്ഷ C ചന്ദ്രിക, രാമനാട്ടുകര നഗരസഭാ അധ്യക്ഷൻ MK മുഹമ്മദ് അലി കല്ലട, കടലുണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് O ഭക്തവത്സലൻ, PWD സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ UP ജയശ്രീ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ N ശ്രീജയൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. 5 വർഷം പിന്നിടുമ്പോൾ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ കേരളം വൻ മുന്നേറ്റം നടത്തിയതായി മന്ത്രി മുഹമ്മദ് റിയാസ്. വൈകാതെ കേരളം ഒരു ടൂറിസ്റ്റ് സ്റ്റേറ്റായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. 2025 വർഷം കേരളമുണ്ടായതിനു ശേഷം ഏറ്റവും അധികം സഞ്ചാരികൾ, കേരളത്തിൻ്റെ പുറത്തുള്ള സഞ്ചാരികൾ കേരളത്തിലേക്ക് വന്ന വർഷമാണ്. അത് വലിയ ആവേശവും ഇൻസ്പിരേഷനും കേരള ടൂറിസത്തിന് ഭാവിയിൽ മുന്നോട്ട് കുതിക്കുന്നതിന് നൽകുന്നതാണ്. കേരളത്തിൻ്റെ പ്രത്യേകത നിറഞ്ഞ ആതിഥേയ മര്യാദ ഉൾപ്പെടെ, ജനങ്ങളുടെ ആതിഥേയ മര്യാദ ഉൾപ്പെടെ ഒരു ടൂറിസം ഉൽപ്പന്നമായി മാറിയതോടുകൂടി വലിയ നിലയിലേക്കുള്ള പങ്കാളിത്തം വ്യത്യസ്ത ഇടങ്ങളിൽ നിന്ന് ആളുകൾ വന്നു. ഇതിൽ ഇടുക്കി ജില്ല ആഭ്യന്തര സഞ്ചാരികളുടെ വരവിൽ ഏറ്റവും മുന്നിലാണ്. ഇടുക്കി ജില്ലയിൽ മാത്രം 46,79,800 ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകൾ വന്നു എന്നുള്ളതാണ് കണക്ക്. പിന്നെ എറണാകുളമാണ്. എറണാകുളം 44,29,899 പിന്നെ തിരുവനന്തപുരമാണ് 43,75,846. പിന്നെ തൃശ്ശൂരാണ്
31,24,696. പിന്നെ വയനാടും കോഴിക്കോടുമാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന ജാഥ പ്രഹസനമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് KK രമ MLA. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് പൂർണ്ണ പരാജയമാണെന്നും KK രമ MLA പറഞ്ഞു. വികസന മുന്നേറ്റ ജാഥ യഥാർത്ഥത്തിൽ പ്രഹസനമായി മാറുകയാണ്. ഇതുപോലെ ആളുകളെ ചിരിപ്പിക്കാൻ ഒരു ജാഥ നടത്തുക എന്ന് പറയുന്നത് വലിയ സങ്കടം തോന്നുകയാണ്. ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയൊക്കെ നടത്തുന്നൊരു ജാഥയ്ക്ക് കുറച്ചൊരു ഗൗരവം ഉണ്ടായിരിക്കേണ്ടതാണ്. ഇതൊരു ആളെ ഏതോ ഒരാളെ പിടിച്ചിട്ട് അയാളുടെ കയ്യിൽ പൈസ കൊടുക്കുക, എന്നിട്ട് തിരിച്ച് സ്റ്റേജിൽ വെച്ചിട്ട് ജാഥ ക്യാപ്റ്റന് കൊടുക്കുക, അത് കുറച്ച് കഴിഞ്ഞ് അപ്പോൾ തന്നെ കീശയിലിട്ട് കൊടുക്കുക. ഇത് എന്തൊരു നാടകമാണിത് നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പാർട്ടിയുടെ അവസ്ഥ കണ്ടിട്ട് വളരെ സങ്കടം തോന്നുകയാണ്. ദയനീയമായൊരു സ്ഥിതിയിലേക്കാണ് CPM എത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് പിടിച്ചു നിൽക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ കഴിയാത്തൊരവസ്ഥയാണ്. അതിന് പല നാടകങ്ങളും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ചീറ്റിപ്പോവുകയാണ്. എല്ലാം ആളുകളെ തിരിച്ചറിയാണ്. പ്രത്യേകിച്ചും ഈ സോഷ്യൽ മീഡിയ കാലത്ത് ഇത്ര ആളുകളൊക്കെ വിജിലൻ്റായി ഓരോ കാര്യങ്ങളും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ സമയത്ത് ഇതുപോലെയുള്ള പ്രഹസനങ്ങൾ നടത്താൻ നാണമില്ലേ CPM നേതാക്കന്മാർക്ക് എന്നതാണ്. അവർ അല്പമെങ്കിലും കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ് തീരുമാനിക്കുന്നത് ഇതൊക്കെ നടത്തുമോ. അപ്പം ജനങ്ങളെ എങ്ങനെയെങ്കിലും വിശ്വാസത്തിലെടുക്കാൻ വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടാൻ ശ്രമം നടത്തുകയാണ്. പക്ഷെ അതൊന്നും നടക്കുന്നില്ല. ആളുകൾക്ക് കാര്യങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു ഭരണത്തിനെതിരെ അതിശക്തമായ വികാരമാണ് എല്ലാ സ്ഥലത്തുമുള്ളത്. അത് ഒരു ജാഥ നടത്തിയത് കൊണ്ടും ഇതുപോലെ ഒരു നാടകം നടത്തിയത് കൊണ്ടും തിരിച്ചു വരാൻ സാധിക്കുന്നതല്ല. അതെ, അത് ആഭ്യന്തര വകുപ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണല്ലോ. അത് പുതിയ സംഭവമല്ല. പോലീസിനെതിരെ വലിയ തോതിൽ പ്രതിരോധം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ജീവിതം, മനസ്സ്, സ്വപ്നം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. MSME റിട്ടയർഡ് ഡയറക്ടർ ലാംബർട്ട് ജോസഫ് MCC റിട്ടയർഡ് HOD ലാംബർട്ട് കിഷോറിന് നൽകിയാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. ഗോഡ്ഫ്രെഡ് ജേക്കബ് ഡാനിയേൽ രചിച്ച ജീവിതം, മനസ്സ്, സ്വപ്നം എന്ന മനഃശാസ്ത്ര പഠന സഹായി MSME ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റിട്ടയർഡ് ഡയറക്ടർ ലാംബർട്ട് ജോസഫ്, മലബാർ ക്രിസ്ത്യൻ കോളേജ് സുവോളജി വിഭാഗം റിട്ടയർഡ് HOD ലാംബർട്ട് കിഷോറിന് നൽകി പ്രകാശനം ചെയ്തു. സൈക്കോളജിയിൽ ഞാൻ പഠിച്ചിട്ടുള്ളത് മനസ്സ് എന്ന് പറഞ്ഞാൽ വാട്ട് ദ ബ്രെയിൻ ഡസ് ഈസ് ദ മൈൻഡ് ഈസ് വാട്ട് ദ ബ്രെയിൻ ഡസ്. ബ്രെയിൻ എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതും എന്താ പറയുന്നത് നമുക്ക് ഇനിയും വളരെയധികം വഴങ്ങാത്തതുമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാത്തതുമായിട്ടുള്ള ഒരു അവയവമാണ് ബ്രെയിൻ. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ് മനസ്സ് എന്ന് പറയുന്നത്. അതുകൂടാതെ ലാസ്റ്റിലുള്ള സംഗതി സ്വപ്നം എന്നാണ്. സ്വപ്നത്തിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് സയൻസ് പരമായിട്ട് സ്വപ്നത്തിനെ കുറിച്ചിട്ട് വ്യാഖ്യാനങ്ങൾ പലതുണ്ട്. പക്ഷേ സ്വപ്നത്തിനെ കുറിച്ചിട്ട് ഒരു വളരെ പ്രസിദ്ധമായ ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള സിഗ്മണ്ട് ഫ്രോയിഡ് എന്താ പറയുന്നത് സ്വപ്നങ്ങളുടെ വ്യാഖ്യാനങ്ങളെ കുറിച്ചിട്ട് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് എന്ന് പറയുന്ന വിശ്വവിഖ്യാതമായിട്ടുള്ള ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇത്രയും പ്രധാനപ്പെട്ട 3 വിഷയങ്ങളെ മനസ്സിലാക്കി പഠിച്ച് ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ മലയാളത്തിൽ എഴുതി പിടിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രശംസനീയമായിട്ടുള്ള ഒരു കാര്യമാണ്.
സീനിയർ സൈക്കോളജിസ്റ്റ് ഡോക്ടർ CK അനിൽകുമാർ അധ്യക്ഷനായിരുന്നു. പീപ്പിൾസ് റിവ്യൂ പത്രാധിപർ PT നിസാർ പുസ്തകം പരിചയപ്പെടുത്തി. സ്കൈഫോർഡ് കാലിക്കറ്റ് അക്കാദമി ഡയറക്ടർ രശ്മി V, P കിഷൻചന്ദ്, റവറൻഡ് DM ജോർജ് സൈമൺ എന്നിവർ സംസാരിച്ചു. ഗ്രന്ഥകർത്താവ് ഗോഡ്ഫ്രഡ് ജേക്കബ് ഡാനിയൽ മറുമൊഴി നടത്തി. മേരി സൈമൺ, പീപ്പിൾസ് റിവ്യൂ സാഹിത്യവേദി കൺവീനർ പുരുഷു കക്കോടി തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കായിക താരങ്ങൾക്ക് മികച്ച പരിശീലന സൗകര്യം ഒരുക്കുന്നതിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ പങ്ക് വലുതാണെന്ന് അഹമ്മദ് ദേവർകോവിൽ MLA പറഞ്ഞു. സ്പോർട്സ് കിറ്റുകളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ വഴി ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തു. അഹമ്മദ് ദേവർകോവിൽ MLA ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ കൗൺസിൽ പുതിയ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കായിക താരങ്ങൾക്ക് മികച്ച പരിശീലന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ പങ്ക് വലുതാണെന്ന് MLA പറഞ്ഞു. ഓരോ പഞ്ചായത്ത് ഒരു കളിക്കളമെങ്കിലും ഇല്ലാത്ത എല്ലാ പഞ്ചായത്തുകളെയും സമ്പൂർണ്ണതയിൽ എത്തിക്കുന്നതിന് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകാൻ ഗവൺമെന്റ് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പഞ്ചായത്തുകളുടെ പദ്ധതി വിഹിതത്തിന് 7% വരെ സ്പോർട്സ് ആക്ടിവിറ്റിക്ക് വേണ്ടി നീക്കിവെക്കാമെന്നാണ് പുതിയ ബഡ്ജറ്റിലൂടെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റുമാർ അക്കാര്യത്തിൽ പ്രത്യേക ഗൗരവത്തോടെ കാണണം എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ അടിസ്ഥാനത്തിൽ ഇവിടെ കൃത്യസമയത്തിന്റെ പരിപാടി ആരംഭം കുറിക്കുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആളുകളെയും, പ്രിയപ്പെട്ട കായിക പ്രേമികളെയും കായിക താരങ്ങളായ പ്രിയപ്പെട്ട കുട്ടികളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ചടങ്ങിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് P നിഖിൽ അധ്യക്ഷനായിരുന്നു. EMS സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ തോട്ടത്തിൽ രവീന്ദ്രൻ MLA മുഖ്യാതിഥിയായി പങ്കെടുത്തു. കോർപ്പറേഷൻ മേയർ O സദാശിവൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ, സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് U ഷറഫ് അലി എന്നിവർ വിശിഷ്ടാതിഥികളായി എത്തി. ജില്ലാ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി പ്രഭു പ്രേമനാഥ്, വൈസ് പ്രസിഡന്റ് ഡോക്ടർ V റോയ് ജോൺ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ E അനിതകുമാരി, KM ജോസഫ്, K ഷാജേഷ് കുമാർ, R ഷാജി എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഹെൽപ്പിംഗ് ഹാൻഡ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് തിരുവമ്പാടിയിൽ നിർമ്മിക്കുന്ന റിഹാബിലിറ്റേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ശിലാസ്ഥാപനം ജോയ് ആലുക്കാസ് നിർവഹിച്ചു. തനിച്ച് ചെയ്യുവാൻ കഴിയാത്ത കാര്യങ്ങൾ കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ നേടിയെടുക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. അപകടങ്ങൾ, പക്ഷാഘാതം തുടങ്ങിയവ കൊണ്ട് ശരീരം തളർന്ന് വീടകങ്ങളിൽ ഒതുങ്ങിപ്പോയവരെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുക എന്ന ലക്ഷ്യത്തോടെ ഹെൽപ്പിംഗ് ഹാൻഡ്സിന് കീഴിൽ ആരംഭിക്കുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിഹാബിലിറ്റേഷൻ എക്സലൻസ്. തിരുവമ്പാടി തറിമറ്റത്ത് 8 ഏക്കർ ഭൂമിയിൽ ഏകദേശം 120 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന സെന്ററിന്റെ ആദ്യഘട്ട നിർമ്മാണം 2029 പൂർത്തിയാവും. സ്ഥാപനത്തിന്റെ ശിലാസ്ഥാപനം ജോയ് ആലുക്കാസ് ഗ്രൂപ്പ് ചെയർമാൻ ജോയ് ആലുക്കാസ് നിർവഹിച്ചു. ആളുകൾക്ക് തനിച്ച് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇവിടെ 53 അധികം മെമ്പേഴ്സ് കൂടിയിട്ടുള്ളതാണ് ഈ ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്നുള്ള ഈ പ്രോഗ്രാം നടത്തുന്നത്. അപ്പോൾ ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ കൂട്ടമായിട്ട് ചെയ്യാൻ സാധിക്കും, പ്രത്യേകിച്ച് മലബാർ ഏരിയയിലൊക്കെയും. ലിൻഡോ ജോസഫ് MLA, PK ഗ്രൂപ്പ് ചെയർമാൻ PK അഹമ്മദ്, ഫാത്തിമ ഹെൽത്ത് കെയർ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ KP ഹുസൈൻ, മലബാർ ഗോൾഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ AK ഫൈസൽ, VP മുഹമ്മദ് അലി, NK മുഹമ്മദ് അലി, ഹസൻ VA, ഷംസുദ്ദീൻ KV, നസീം ബക്കർ, ജമാദ് ഉസ്മാൻ തുടങ്ങിയവർ ശിലാസ്ഥാപനത്തിൽ പങ്കാളികളായി. പ്രിയങ്ക ഗാന്ധി MPയുടെ സന്ദേശം മീഡിയ കമ്മിറ്റി ചെയർമാൻ മജീദ് പുളിക്കൽ വായിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ, തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിതിൻ പല്ലാട്ട്, കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബോബി ഷിബു പൈമ്പിള്ളിയിൽ, കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G അബ്ദുൽ അക്ബർ, മുക്കം മുനിസിപ്പാലിറ്റി അധ്യക്ഷ അഡ്വക്കേറ്റ് ചാന്ദിനി, ഗ്രാമപഞ്ചായത്ത് അംഗം ബോസ് ജേക്കബ്, ഹെൽപ്പിംഗ് ഹാൻഡ്സ് പ്രസിഡന്റ് നിയാസ് KV, സെക്രട്ടറി MK നൌഫൽ, CP ഉമർ സുല്ലമി, ഡോക്ടർ ഹുസൈൻ മടവൂർ, സിദ്ദീഖ് തിരുവണ്ണൂർ, മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി CP ചെറിയ മുഹമ്മദ്, CK കാസിം, ഷൗക്കത്ത് അലി കൊല്ലളത്തിൽ, മൂസ മാസ്റ്റർ കൊടുവള്ളി തുടങ്ങിയവർ സംസാരിച്ചു. ഒരിടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. 1946 നാവിക കലാപത്തിന്റെ 80ാം വാർഷികാചരണം ഫെബ്രുവരി 18 5 മണിക്ക് കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കും. ഡെമോക്രാറ്റിക് അലയൻസ് ഓഫ് റിട്ടയർഡ് സോൾജിയേഴ്സിന്റെ ആഭിമുഖ്യത്തിലാണ് ചടങ്ങുകൾ നടക്കുക. സാധാരണ സൈനികരുടെ പൊടുന്നനെ പൊട്ടിപ്പുറപ്പെട്ട വൈകാരിക പ്രതിഷേധ പ്രകടനങ്ങളായിരുന്നില്ല ഈ സായുധ കലാപങ്ങൾ. മറിച്ച് സാമ്രാജ്യത്വ അധിനിവേശത്തിനെതിരെ ഇന്ത്യൻ ജനത നടത്തിയ നീണ്ടുനിന്ന പോരാട്ടങ്ങളുടെ ഉയർന്ന രൂപമായ സായുധ കലാപങ്ങളായിരുന്നു. ധീരദേശാഭിമാനികളായ സൈനികരുടെ സാമ്രാജ്യത്വ വിരുദ്ധമായ പോരാട്ടത്തിന്റെ ജ്വലിക്കുന്ന ഏടാണ് 1946 മഹത്തായ നാവിക കലാപം. എന്നാൽ ദേശീയ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ മഹത്തായ സൈനിക ഉയർത്തെഴുന്നേൽപ്പുകൾക്ക് അർഹമായ പരിഗണനയും അംഗീകാരവും ലഭിക്കാതെ പോയിട്ടുണ്ട്. ദേശാഭിമാനികളായ വീരസൈനികരുടെ മഹത്തായ രക്തസാക്ഷിത്വം ചരിത്രത്തിൽ വിസ്മരിക്കപ്പെടരുത്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിൽ പങ്കാളിത്തമില്ലാത്തവർ ദേശീയ വിമോചന ചരിത്രത്തെ തന്നെ തിരുത്തി എഴുതുകയും തമസ്കരിക്കാനും വ്യഗ്രതപ്പെടുത്തുന്ന വർത്തമാനകാലത്ത് വിരമിച്ച സൈനികരുടെ ജനാധിപത്യ കൂട്ടായ്മയായ ദർശി ധീരദേശാഭിമാനികളായ സൈനികരുടെ മഹത്തായ രക്തസാക്ഷിത്വങ്ങളെയും ത്യാഗങ്ങളെയും അഭിമാനപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പരമ്പരാഗത ഉത്തരേന്ത്യൻ വസ്ത്രങ്ങളും ആഭരണങ്ങളുമായി പാരമ്പര്യ സിൽക്ക് കോട്ടൺ ജ്വല്ലറി മേള CSI ഹാളിൽ ആരംഭിച്ചു. രാവിലെ 10 മുതൽ രാത്രി 9 മണി വരെയാണ് പ്രവർത്തന സമയം. മേള ഒരു മാസം നീണ്ടു നിൽക്കും. രാജസ്ഥാൻ അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വസ്ത്രങ്ങളുമായാണ് പരമ്പരാഗത വസ്ത്രവിൽപ്പനക്കാരുടെ സംഘം കോഴിക്കോട്ടെത്തിയത്. ഇവരുടെ നേതൃത്വത്തിലുള്ള പാരമ്പര്യ സിൽക്ക് കോട്ടൺ ആൻഡ് ജ്വല്ലറി മേള കോഴിക്കോട് CSI ഹാളിലാണ് നടക്കുന്നത്. ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന മേള രാവിലെ 10 മണി മുതൽ രാത്രി 9 മണി വരെയാണെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാജസ്ഥാൻ, UP, ബീഹാർ, മുംബൈ എന്നിവിടങ്ങളിലെ നെയ്ത്തുകാരുടെ കരവിരുതിൽ നിർമ്മിച്ച കോട്ടൺ വസ്ത്രങ്ങളാണ് മേളയുടെ ഏറ്റവും വലിയ സവിശേഷത. ഇറാനിൽ നിന്നും ഇറക്കുമതി ചെയ്ത കാർപ്പറ്റുകൾ, ഹാൻഡ് ബ്ലോക്ക് പ്രിന്റുള്ള രാജസ്ഥാൻ ബെഡ്ഷീറ്റുകൾ, പുതപ്പുകൾ, പ്രശസ്തമായ ജയ്പൂർ സ്പെഷ്യൽ ബെഡ്ഷീറ്റ് പുതപ്പുകൾ, UPയിലെ മിർജാപൂർ ധരിയിൽ നിന്നും ഇന്ത്യക്ക് പുറത്തേക്ക് കയറ്റുമതി ചെയ്യുന്ന കോട്ടൺ, വൂളൻ, സിൽക്ക്, ജൂട്ട്, ചവിട്ടികൾ, വിരികൾ എന്നിവ മേളയിൽ ലഭ്യമാക്കുന്നു. അത് കാശ്മീരി സിൽക്ക് കാർപ്പറ്റ്സ് ആണ്. അതൊരു സൈഡിൽ നിന്ന് ഡാർക്ക്, ഒരു സൈഡിൽ നിന്ന് ലൈറ്റ് അതിൻ്റെ പ്രത്യേകത വരുന്നത്. അത് നിങ്ങൾ ട്വിസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കൊണ്ടിട്ട ഒരു സൈഡിൽ ഡാർക്ക്, ഒരു സൈഡിൽ ലൈറ്റാണ് അതിൻ്റെ പ്രത്യേകത വരുന്നത്. പിന്നെ അതേപോലെ പ്രത്യേകത വരുന്നത് നമ്മൾ കാശ്മീരി സിൽക്ക് കാർപ്പറ്റ്സ്. പിന്നെ നമുക്ക് അതേപോലെ ഒന്ന് പ്രത്യേകത വരുന്നത് ബനാറസി സാരീസാണ്. അത് തുടക്കം വരുന്നത് നമുക്ക് 1500 മുതൽ 18000 പേരാണ് അതിൻ്റെ കോസ്റ്റ് വരുന്നത് സാരിക്ക് മാത്രം. അത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ ഇത് ഫുൾ ഹാൻഡ് മെയ്ഡ് ആൻഡ് ഹാൻഡ് ബ്ലോക്ക് പ്രിൻസിലാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് പലതരം ഐറ്റംസും കിട്ടാനുണ്ട്. വീട്ടിലേക്കുള്ള എല്ലാ ഐറ്റംസും, അതായത് ബെഡ്ഷീറ്റ്, കാർപ്പറ്റ്സ്, ചുരിദാർ മെറ്റീരിയൽ തുടങ്ങിയവ എല്ലാവരും ഇവിടെ അവൈലബിൾ ആണ്. 2000 രൂപ മുതൽ 20,000 രൂപ വരെ വിലയുള്ള UPയിലെ ബനാറസി സാരികൾ, ചുരിദാർ മെറ്റീരിയൽസ്, 950 രൂപ മുതൽ 4000 രൂപ വരെ വിലയുള്ള മധുബനി പ്രിന്റിങ്ങോട് കൂടിയ ഭഗൽപൂർ സാരികൾ, 1500 രൂപ മുതൽ 3500 രൂപ വരെയുള്ള ജയ്പൂർ ചന്ദേരി സാരികൾ എന്നിവയും മേളയിലുണ്ട്. രാജസ്ഥാൻ ഹാൻഡ് മെയ്ഡ് ടോപ്സ്, ചുരിദാർ മെറ്റീരിയലുകൾ, UP ഖാദി ഷർട്ടുകൾ, മൻമൽ കോട്ടൺ ജയ്പൂർ ബ്ലൗസുകൾ, ജയ്പൂർ ഷർട്ടുകൾ,
രാജസ്ഥാൻ കോട്ടൺ ടോപ്പുകളുടെ വിശാലമായ ശേഖരം എന്നിവയും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. 50 രൂപ മുതൽ വില വരുന്ന രാജസ്ഥാൻ ജ്വല്ലറി ഇനങ്ങളും കോപ്പർ കോട്ടിംഗ്സ് ആഭരണങ്ങളും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. വയനാടൻ ഹെർബൽ ഉൽപ്പന്നങ്ങളുടെ സ്റ്റാളുകളും മേളയിലുണ്ടെന്ന് സംഘാടകർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ മാനേജർ രജിസ്ഥാൻ മുഹമ്മദ് ആദം, ആഷിഖ് അലി, ടി മോഹൻദാസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രതീക്ഷ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽ ദാനം ഫെബ്രുവരി 17 നടക്കും. ബേപ്പൂർ മണ്ഡലത്തിലെ മാത്തോട്ടം സ്വദേശിക്കാണ് ആദ്യ വീട് നിർമ്മിച്ചു നൽകുന്നത്. ഭവനരഹിതരായ നിർധനരായ ഒരുപാട് ആളുകൾ കയറിക്കിടക്കാൻ ഒരു വീട് എന്നത് സ്വപ്നം മാത്രമായി നിൽക്കുന്ന ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുക എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനൊരു ഫൗണ്ടേഷന് രൂപം നൽകി അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒരുപാട് ആളുകൾ, ഉദാരമതികളായ ഒരുപാട് ആളുകൾ ഇതിൻ്റെ സഹായികളായി ഞങ്ങളോട് സഹകരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ചും ഇതൊരു തുടർ പദ്ധതി എന്ന നിലക്കാണ് ഞങ്ങളിത് ആവിഷ്കരിച്ചിട്ടുള്ളത്. 1-2 വീടുകൾ നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തിലല്ല. അതിൻ്റെ ആദ്യ വീടിൻ്റെ താക്കോൽ ദാനമാണ്. ഏതാണ്ട് 3-4 മാസം കൊണ്ട് ആ വീട് പണി പൂർത്തീകരിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതിൻ്റെ താക്കോൽ ദാനമാണ് നാളെ വൈകുന്നേരം 4:30 മാത്തോട്ടത്തുള്ള ഒരു അനാഥ കുടുംബത്തിന് അത് നൽകിക്കൊണ്ട് ആ താക്കോൽ ദാനം നിർവഹിക്കപ്പെടുകയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആധുനിക കേരളത്തിന്റെ മുഖമുദ്രയാകുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ സർക്കാരിനായെന്ന് മന്ത്രി KN ബാലഗോപാൽ. അഞ്ചു വർഷം പിന്നിടുമ്പോൾ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ കേരളം വൻ മുന്നേറ്റം നടത്തിയതായി മന്ത്രി മുഹമ്മദ് റിയാസ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന ജാഥ പ്രഹസനമായി മാറിയെന്ന് KK രമ MLA. കായിക താരങ്ങൾക്ക് മികച്ച പരിശീലന സൗകര്യം ഒരുക്കുന്നതിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ പങ്ക് വലുതാണെന്ന് അഹമ്മദ് ദേവർകോവിൽ MLA. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിനോട് സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.